നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വാടാനപ്പള്ളിയിൽ വീടിന് തീപിടിച്ച് തിരിച്ചറിയൽ രേഖകളും വസ്ത്രങ്ങളും ഉൾപ്പെടെ കത്തിനശിച്ചു. ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനീഷ് കുമാറിനെതിരെ കള്ളക്കേസെടുത്തതിൽ പ്രതിഷേധിച്ച് തൃപ്രയാറിൽ ബിജെപി പ്രകടനം. സെന്റ് തോമസ് ദിനത്തിൽ ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ ന്യൂനപക്ഷ അവകാശ ദിനം ആചരിച്ചു. വാർത്തകൾ വിശദമായി. വാടാനപ്പള്ളിയിൽ വീടിന് തീപിടിച്ച് വൻ നാശനഷ്ടം. വീട്ടുപകരണങ്ങളും വസ്ത്രങ്ങളും ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകളും കത്തിനശിച്ചു. വാടാനപ്പള്ളി വ്യാസനഗറിൽ കാട്ടുപുരയ്ക്കൽ മണികണ്ഠന്റെ വീടിനാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് 2:30 തീപിടിച്ചത്. ഈ സമയം വീട്ടിൽ ആളുണ്ടായിരുന്നില്ല. തീ ആളിക്കത്തുന്നത് കണ്ട സമീപത്തുണ്ടായിരുന്നവർ ഓടിയെത്തി വീടിന്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറിയാണ് തീ കെടുത്തിയത്. ഞാനിത് പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് പുകപടലിങ്ങനെ പോണതാണ്. പുകപടലം കണ്ടപ്പോഴാണ് തങ്ങളോട് പറഞ്ഞിട്ട് അടുത്ത വീട്ടിൽ വിവരറിയിക്കും. അങ്ങനെ വീട്ടിൽ വന്നവർ ഇവിടെ പറഞ്ഞിട്ട് വീടവിടെ പോയിട്ട് ഷാജി എന്നൊരു നമ്മുടെ പാപ്പൻ്റെ മോനാണ്, അവനോട് പറഞ്ഞപ്പോൾ അവൻ വന്നിട്ട് മാവി തല്ലി പൊളിച്ചിട്ട് തീ കെടുത്താനുള്ള വെള്ളവും ഇതൊക്കെ ശരിയാക്കി വെള്ളം ഒഴിച്ചു അതിന് തീ കെട്ട്. ഇടയ്ക്ക് ഇവർ മൂത്ത ചേഷ്ടനും സഹോദരനും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തൊട്ടടുത്തുള്ള കടയിലെ ചേട്ടൻ വന്നിട്ടാണ് വാതിൽ ചവിട്ടി പൊളിച്ചിട്ട് അകത്ത് കയറി. അതിന് തന്നെ മെയിൻ ഓഫ് ചെയ്യാൻ സാധിച്ചു. അയാൾക്ക് കുറച്ച് കഴിവുള്ള ആളിൻ്റെ പേരിൽ നേരെ മെയിൻ ഓഫ് ചെയ്തിട്ടാണ് ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ച് കെടുത്തി. വലിയൊരു അപകടം ഒഴിവായി തന്നെ പറയാം. ആളുണ്ടെങ്കിൽ ആൾക്കും അപകടം പറ്റിയാണ്. നാശനഷ്ടം എന്ന് പറയുമ്പോൾ കുട്ടിയുടെ ബുക്ക് ഒരുപാട് മുഴുവൻ ബാഗ് എല്ലാ ബുക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട്, കത്തിയിട്ടുണ്ട്. പിന്നെ ആധാർ കാർഡ്, ID കാർഡ്, മറ്റ് പ്രൂഫുകൾ എല്ലാം കത്തി നശിച്ചിട്ടുണ്ട്. കുട്ടി പഠിക്കാതിരിക്കുന്ന മേശ, കസേര, ഒരു സീലിംഗ് ഫാൻ അല്ലെങ്കിൽ മറ്റൊരു ടേബിൾ ഫാൻ ഒക്കെ നശിച്ചുപോയിട്ടുണ്ട്. മണികണ്ഠന്റെ മകന്റെ പാഠപുസ്തകങ്ങൾ ഉൾപ്പെടെ കത്തി നശിച്ചു. പടർന്നു പിടിക്കുന്നതിന് മുൻപ് നാട്ടുകാരുടെ പരിശ്രമത്തിൽ തീകെടുത്താൻ സാധിച്ചതുമൂലം വലിയ ദുരന്തമാണ് ഒഴിവായത്. ഓടിട്ട വീടിന്റെ അടുക്കളയിൽ നിറച്ച ഗ്യാസ് സിലിണ്ടർ ഉൾപ്പെടെയുണ്ടായിരുന്നു. ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. ഏകദേശം 2:30 ഉണ്ടാവും. ഞങ്ങൾ ഇവിടെ ഉണ്ടായില്ല, കല്യാണത്തിന് വിളിക്കായിരുന്നു. ചേട്ടനും സഹോദരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിളിച്ചു പറഞ്ഞ് എത്തുമ്പോഴേക്കും ഇവര് ഡോറൊക്കെ ചവിട്ടി പൊളിച്ച് തീ കെടുത്തി. സ്വിച്ച് ബോർഡിലാണ്, ഷോർട്ട് സർക്യൂട്ടാണ് സംഭവം. ബിജെപി ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ അനീഷ് കുമാറിനെതിരെ കള്ളക്കേസെടുത്തതിൽ പ്രതിഷേധിച്ച് ബിജെപി നാട്ടിക മണ്ഡലം കമ്മിറ്റി തൃപ്രയാറിൽ പ്രതിഷേധ പ്രകടനം നടത്തി. തൃപ്രയാർ ക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷൈൻ നെടിയിരിപ്പിൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് EP ഹരീഷ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പത്മിനി പ്രകാശൻ, രശ്മി ഷിജോ, നിഷ പ്രവീൺ, റിനി കൃഷ്ണ പ്രസാദ്, ദയാനന്ദൻ ഏറാട്ട്, പ്രകാശൻ കണ്ടങ്ങത്ത്, ജീവാനന്ദൻ അന്തിക്കാട്, വാസുദേവൻ തെക്കിനിയടത്ത് എന്നിവർ നേതൃത്വം നൽകി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ CPMന്റെ അക്കൗണ്ടിൽ നിന്ന് ലക്ഷങ്ങൾ ED പിടിച്ചെടുത്ത് പാവങ്ങൾക്ക് തിരിച്ചു നൽകുവാൻ ഇടപെടുകയും സുരേഷ് ഗോപിയുടെ തൃശൂരിലെ വിജയത്തിന് നേതൃത്വം നൽകുകയും ചെയ്ത BJP ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാറിനോടുള്ള പിണറായി സർക്കാരിൻ്റെയും CPMന്റെയും വേട്ടയാടൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങൾ നേരിടേണ്ടി വരുമെന്ന് BJP മുന്നറിയിപ്പ് നൽകി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്ന ഒരു തിരഞ്ഞെടുപ്പാണ്. കാരണം ഇത്രയും കാലം സാധാരണക്കാരായിട്ടുള്ള അധസ്ഥിത ജനവിഭാഗങ്ങളെ പറഞ്ഞു പറ്റിച്ച് തൊഴിലാളികളുടെ പാർട്ടിയാണ്, ഞങ്ങൾ സാധാരണക്കാർക്ക് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞു പറ്റിച്ച് അവരുടെയൊക്കെ കുത്തക അവകാശപ്പെട്ടിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ രാക്ഷസ കോട്ടകളിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം പടർന്നു കയറിയ ഒരു തെരഞ്ഞെടുപ്പാണ്. കണ്ടശാങ്കടവ് യൂണിസാറ്റ് കമ്മ്യൂണിക്കേഷനിൽ പ്രതിമാസ നറുക്കെടുപ്പും കാർഡ് വിതരണവും നടത്തി. യൂണിസാറ്റ് കമ്മ്യൂണിക്കേഷൻ ഓഫീസിൽ ചേർന്ന യോഗത്തിൽ തൃപ്രയാർ ഇഷാര ഗോൾഡൻ ഡയമണ്ട് PRO KM ഉബൈദു, ഗ്രാമ്യ ചാനൽ മാനേജർ ജഗത് നായുരുശ്ശേരി എന്നിവർ വിശിഷ്ടാതിഥികളായി.
അപ്പോൾ എപ്പോഴും ജഗത്തായിട്ട് ഞാൻ പറയുമ്പോൾ ജഗത്തിന് പറയാനുള്ളത് യൂണിസാറ്റിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഞാൻ ഇന്നിവിടെ വന്നിട്ട് ഈ ചാനലിൽ സംസാരിച്ചപ്പോഴും കഴിഞ്ഞ 10-30 കൊല്ലമായിട്ട് യൂണിസാറ്റിൻ്റെ ഇങ്ങനെ ഒരു മാനേജ്മെൻറ്റ് ഇവിടെ ഉണ്ടെന്നും ഈ കമ്പനി നടക്കുന്നു പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. 10-40 സ്റ്റാഫിനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു കമ്പനി നടത്താമെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ഞങ്ങളൊരു 7 കൊല്ലമായിട്ട് തൃപ്രയാർ ശാലകളിൽ ഞങ്ങൾ നടത്തി പോകുന്നുണ്ട്. അതിൻ്റെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ 40 സ്റ്റാഫിനെ വെച്ചിട്ട് യൂണിസാറ്റ് 10-30 കൊല്ലം നടത്താമെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ സ്റ്റാഫുകളായാലും കസ്റ്റമേഴ്സായാലും അവരോടുള്ള സഹകരണം കൊണ്ട് തന്നെയാണ് അങ്ങനെ 30 കൊല്ലമൊക്കെ എത്തുക എന്ന് പറഞ്ഞത് വലിയൊരു അച്ചീവ്മെൻ്റാണ്. അതുകൊണ്ട് അടുത്ത കൊല്ലങ്ങളിലും നിങ്ങളും കസ്റ്റമറും ഇവരോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നല്ല രീതിയിൽ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ യൂണിസായിട്ട് സഹായിക്കുന്നു. അപ്പോൾ ഇനി വരുന്ന വർഷങ്ങളിൽ ആൾ നമ്മളെ സഹായിക്കേണ്ടത് നല്ല രീതിയിൽ ഇത്തരം ചടങ്ങുകളൊക്കെ സംഘടിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നത് ആശംസിക്കുന്നു. മാനേജിംഗ് പാർട്ണർ സിജോ കുണ്ടുകുളം അധ്യക്ഷനായി. പ്രതിമാസ വിജയികളായി ഹിജു കരിക്കാന്ത്ര മാങ്ങാട്ടുകര, കുമാരൻ വാത്തിയത്ത് മൂത്തേടത്തമ്പലം, തിലകൻ അക്കരക്കാരൻ എടത്തറ, അരവിന്ദാക്ഷൻ ഇത്തിക്കാട്ട് തൃത്തല്ലൂർ, ശാന്താബാലൻ ചുള്ളിയിൽ മഞ്ചാടി, ശിവരാമൻ കൊല്ലാറ മാങ്ങാട്ടുകര എന്നിവരെ തിരഞ്ഞെടുത്തു. ചടങ്ങിൽ കളക്ഷൻ സ്റ്റാഫുകൾക്ക് കൺസ്യൂമർ കാർഡ് വിതരണം ചെയ്തു. TMC ചെയർമാൻ EL ടോണി, യൂണിസെറ്റ് കമ്മ്യൂണിക്കേഷൻ പാർട്ണർമാരായ TV പ്രഭാകരൻ, മുരളി വല്ലത്തുപറമ്പിൽ എന്നിവർ സംസാരിച്ചു. പുത്തൻപീടിക സെന്റ് ആന്റണീസ് ഇടവകയുടെയും കത്തോലിക്ക കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ സെന്റ് തോമസ് ദിനത്തിൽ പ്രതിഷേധ ധർണയും ഒപ്പുശേഖരണവും നടത്തി. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക, ജൂലൈ 3 അവധി ദിനമായി പ്രഖ്യാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. ഇടവക വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി ഭീമഹർജിയിൽ ഒപ്പിട്ട് ഉദ്ഘാടനം നടത്തി. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ അധ്യക്ഷനായി. സഹവികാരി ഫാദർ ജോബിഷ് പാണ്ഡിയാമാക്കൽ, കൈക്കാരൻ വില്ലി പട്ടത്താനം, കത്തോലിക്ക കോൺഗ്രസ് ഭാരവാഹികളായ CL ജോബി, ലൂയിസ് താണിക്കൽ, ജേക്കബ് തച്ചിൽ, ജെസി വർഗീസ്, ഷാലി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. ഷാജു മാളിയേക്കൽ, AP ജോസ്, ജിയോ കെ മാത്യു, CC ജോസഫ്, ആൽഡ്രിൻ ജോസ്, വിൻസെന്റ് കുണ്ടുകുളങ്ങര, ആൻഡോ പുലിക്കോട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. ചാഴൂർ സെന്റ് മേരീസ് പള്ളിയിൽ ന്യൂനപക്ഷ അവകാശ ദിനം പ്രഖ്യാപനവും യുവജന ദിനാചരണത്തിന്റെ ഭാഗമായി പതാക ഉയർത്തലും പള്ളി വികാരി ഫാദർ സിജോ കാട്ടുകാരൻ നിർവഹിച്ചു. അവകാശ ദിന പ്രഖ്യാപനത്തിന്റെ ഭാഗമായി മന്ത്രിക്ക് നൽകാനുള്ള ഭീമഹർജിക്കായി ഒപ്പുശേഖരണവും സംഘടിപ്പിച്ചു. കൈക്കാരൻ ജീസൻ തട്ടിൽ, KCYM യൂണിറ്റ് പ്രസിഡന്റ് നിജോബ് തട്ടിൽ, അതിരൂപത പാസ്റ്റർ കൗൺസിൽ പ്രസിഡന്റ് റീന ഷാജു എന്നിവർ നേതൃത്വം നൽകി. ജസ്റ്റിസ് കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക, ജൂലൈ 3 സെന്റ് തോമസ് ദിനം അവധി പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തൃശൂർ അതിരൂപതയുടെ ആഹ്വാനപ്രകാരം വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ അവകാശ ദിനം ആചരിച്ചു. ദിവ്യബലിക്ക് ശേഷം ചേർന്ന യോഗം വികാരി ഫാദർ ജെൻസ് തട്ടിൽ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് 1000-ലധികം പേരുടെ ഒപ്പുശേഖരണം നടത്തുകയും തൃശൂരിൽ നടക്കുന്ന അവകാശ ദിന റാലിയും ധർണയും വിജയിപ്പിക്കാൻ തീരുമാനിച്ചു. കൈക്കാരന്മാരായ ANG ജെയ്ക്കോ, ഫെന്നി ഫ്രാൻസിസ്, ഷാജി ചാലിശ്ശേരി, PRO എബി ഫ്രാൻസിസ്, കുടുംബ കൂട്ടായ്മ കൺവീനർ ജെയിംസ് എൽവത്തിങ്കൽ, കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുഴുവൻ വാർഡുകളിലും യൂത്ത് കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റികൾ ആരംഭിക്കുന്നു. ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും വിത്ത് വിതയ്ക്കാം, ദ സീഡ് എന്ന ആശയവുമായിട്ടാണ് യൂണിറ്റ് കമ്മിറ്റികൾ രൂപീകരിക്കുന്നത്. യൂണിറ്റിന്റെ നിയോജക മണ്ഡലം തല ഉദ്ഘാടനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഭിലാഷ് പ്രഭാകർ നിർവഹിച്ചു. കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് AV യദുകൃഷ്ണൻ അധ്യക്ഷനായി. RTI സംസ്ഥാന ചെയർമാൻ ആന്റണി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ചടങ്ങിൽ DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ, വലപ്പാട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PS സന്തോഷ്, സുമേഷ് പാനാട്ടിൽ, PH കബീർ, പഞ്ചായത്ത് മെമ്പർമാരായ അജ്മൽ ഷെരീഫ്, ഫാത്തിമ സലീം, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ഭാരവാഹികളായ ആഷിഖ് ജോസ്, പ്രവീൺ അഞ്ചേരി, യൂത്ത് കോൺഗ്രസ് വലപ്പാട് മണ്ഡലം പ്രസിഡന്റ് സുജിൽ കരിപ്പായി, മുഹമ്മദ് അൻഫർ, മുഹമ്മദ് അജ്മൽ, KS സന്ദീപ്, PK നവനീത് എന്നിവർ പങ്കെടുത്തു. ഹിന്ദു മതത്തിനകത്ത് വിവിധ ജാതി വിഭാഗങ്ങൾക്കും ക്രിസ്ത്യാനിക്കും പാഴ്സിക്കും സിഖിനും എല്ലാം തന്നെ
ഒരുപോലെ അവകാശപ്പെട്ട ഒരു രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യക്കകത്ത് RSS നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന അർദ്ധനഗ്നനായ ഫക്കീറിന് കീഴിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പതാകയ്ക്ക് കീഴിൽ അണിനിരന്ന് പരാജയപ്പെടുത്തിയത് ബ്രിട്ടീഷുകാരെ മാത്രമായിരുന്നില്ല. ഈ രാജ്യത്ത് നൂറ്റാണ്ടുകളോളം നീണ്ടു നിന്നിരുന്ന രാജ്യഭരണത്തെ കൂടിയായിരുന്നു. മർച്ചന്റ് വെൽഫെയർ സൊസൈറ്റി കണ്ടശാങ്കടവ് യൂണിറ്റിന്റെ വാർഷികം കണ്ടശാങ്കടവ് വ്യാപാര ഭവനിൽ നടത്തി. ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ യോഗം ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ SI കുഞ്ഞുമോൻ ജേക്കബ് മുഖ്യാതിഥിയായി. വ്യാപാരികളുടെ മക്കളിൽ ഉന്നത വിജയം കൈവരിച്ചവരെയും മേഖലയിലെ 100% വിജയം നേടിയ SH ഓഫ് മേരീസ് കോൺവെന്റ്, SNGHS കാരമുക്ക്, PJMHS കണ്ടശാങ്കടവ് എന്നീ സ്കൂളുകളെ ക്യാഷ് അവാർഡും മെമന്റോയും നൽകി ആദരിച്ചു. വർഗീസ് P ചാക്കു, VJ പോൾ, A രവീന്ദ്രനാഥ്, ജോയ്മോൻ പള്ളിക്കുന്നത്ത് എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായ പ്രസിഡന്റ് AD ജോവി, സെക്രട്ടറി പ്രവീൺജിത്ത് കൊണ്ടറപ്പശ്ശേരി, ട്രഷറർ EJ ജെയ്സൺ എന്നിവരെ തിരഞ്ഞെടുത്തു. ആദ്യത്തെ പരിപാടി തന്നെ എന്താ, വിദ്യാർത്ഥികളെ ആദരിക്കുക, സ്കൂൾ മാനേജ്മെന്റിനെ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനെയൊക്കെ അവരെയൊക്കെ അനുമോദിക്കുക, സമാനമായ പാവപ്പെട്ട അർഹതയുള്ളവർക്കൊക്കെ സഹായങ്ങൾ വിതരണം ചെയ്യുക എന്നൊക്കെ കണ്ടശാങ്കടവ് മക്കൾസ് അസോസിയേഷനെ ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ഞാൻ പ്രത്യേകം ഈ സമയത്ത് നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ ഒരു 3 ദിവസം മുന്നാണ് തൃശ്ശൂര് ബിഷപ്പ് ഹൗസിലെ ആ ഹാളിൽ വെച്ച് ഏകദേശം 1200 പേര്. വ്യാഴാഴ്ച രാജ്യവ്യാപക വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്ത് ഇടത് വിദ്യാർത്ഥി സംഘടനകൾ. നീറ്റ്, നെറ്റ് പരീക്ഷകളിലെ ക്രമക്കേടുകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. SFI, AISF എന്നീ സംഘടനകളാണ് വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. അർച്ചന സിൽക്സിൽ തകർപ്പൻ ആടി സെയിൽ. വിചിത്ര പ്ലെയിൻ സിൽക്ക് സാരി 195 രൂപ മാത്രം. ബ്ലൂമിംഗ് പ്ലെയിൻ സാരി 350 രൂപ മാത്രം. ചുരിദാർ മെറ്റീരിയൽ 245 രൂപ. റയോൺ 3 പീസ് സെറ്റ് 345 രൂപ. കോട്ടൺ നൈറ്റികൾ 99 മുതൽ. ടോപ്പുകൾ 100 രൂപ. ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് 155 രൂപ മുതൽ. ജഗിങ്സ് 89 രൂപ മുതൽ. അജ്രക് കോട്ടൺ ടോപ്പുകൾ 250 രൂപ. ഗാർഡൻ ഷിഫോൺ സാരികൾ 195 രൂപ. ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല. അർച്ചന സിൽക്സിൽ ആടി തള്ളുപടി. ഇപ്പോൾ പർച്ചേസ് ചെയ്യൂ, ഓണം കെങ്കേമമാക്കൂ. തീരദേശത്തിന്റെ വസ്ത്രവിസ്മയം അർച്ചന സിൽക്സിൽ ആടി പെരുമഴ. മികവുറ്റ സ്റ്റാഫുകളുടെ ഹൃദ്യമായ സേവനം. പർച്ചേസ് ചെയ്യൂ അമ്പരപ്പിക്കുന്ന വിലക്കുറവിൽ ആടി സെയിലിലൂടെ. അർച്ചന സിൽക്സ്, തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, വാടാനപ്പള്ളി. ആരോഗ്യമുള്ള നല്ല നാളേക്കായി മണപ്പുറം മാക്കെയർ നൽകുന്ന മൺസൂൺ ഹെൽത്ത് ചെക്കപ്പ് ഓഫർ. വിദഗ്ധരായ ഡോക്ടർമാർ രൂപകൽപ്പന ചെയ്ത 50-ൽ പരം ടെസ്റ്റുകൾ അടങ്ങിയ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ഇപ്പോൾ വെറും 2750 രൂപ മാത്രം. അതോടൊപ്പം 900 രൂപയുടെ വൈറ്റമിൻ D3 ടെസ്റ്റ് സൗജന്യം. ഈ ഓഫർ മാക്കെയറിന്റെ വലപ്പാട്, വാടാനപ്പള്ളി, കാട്ടൂർ, കാഞ്ഞാണി, ചേർപ്പ് ബ്രാഞ്ചുകളിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800 309 1555. ചോക്കോ സ്ട്രീറ്റ് മാർക്കറ്റിൽ ലഭ്യമായ ലോകോത്തര നിലവാരമുള്ള ചോക്ലേറ്റുകൾ, ഇമ്പോർട്ടഡ് ഡ്രൈ ഫ്രൂട്ട്സുകൾ, ഇമ്പോർട്ടഡ് നട്ട്സുകൾ, ആകർഷകമായ ഗിഫ്റ്റ് ഹാമറുകളുടെയും ഗിഫ്റ്റ് ബോക്സുകളുടെയും വലിയ ശേഖരം, കൂടാതെ ഗിഫ്റ്റ് മെറ്റീരിയലുകളും ലഭ്യമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചോക്ലേറ്റുകൾ കൊണ്ട് ഗിഫ്റ്റ് ഹാമറുകൾ സെറ്റ് ചെയ്ത് നൽകുന്നു. ഹോം ഡെലിവറിയും ലഭ്യമാണ്. ചോക്കോ സ്ട്രീറ്റ്, ചിലങ്ക പെട്രോൾ പമ്പിന് എതിർവശം, വാടാനപ്പള്ളി. ഓർഡറുകൾക്ക് വിളിക്കുക 9207093681. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, NES, തൃപ്രയാർ.
21 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബികോം ഫിനാൻസ്, ബികോം കോഓപ്പറേഷൻ, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള ബികോം ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ NES കോളേജിൽ ആരംഭിക്കുന്നു. വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. വി ഓഫർ ബികോം ടാക്സേഷൻ, ബികോം കോഓപ്പറേഷൻ, ബികോം ഫിനാൻസ്, BBA, BCA. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്നു? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. എടതിരുത്തി വെസ്റ്റ് SNVLP സ്കൂളിൽ വായനാ വാരാചരണ സമാപന സംഗമം സാഹിത്യകാരൻ ബാപ്പു വലപ്പാട് ഉദ്ഘാടനം ചെയ്തു. ലോക പുസ്തകോത്സവമുണ്ട്. ലോക പുസ്തകോത്സവം നടക്കുന്നത് ഷാർജയിലാണ്. ആ ഷാർജയിലെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ള പുസ്തകങ്ങളും എഴുത്തുകാരും ആളുകളൊക്കെ പങ്കെടുക്കുന്ന ചടങ്ങിലേക്ക് ഷാർജ ഒരു മലയാളി അസോസിയേഷൻ എന്നെ അങ്ങോട്ട് ക്ഷണിച്ചിരിക്കുകയാണ് ഷാർജയിലേക്ക്, ഈ പുസ്തകോത്സവത്തിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ 15 പുസ്തകങ്ങളും എൻ്റെ വീട്ടിലിപ്പോൾ 1600 ചില്ല പുസ്തകമുണ്ട്. 1600 ചില പുസ്തകങ്ങൾ ഇപ്പോൾ എൻ്റെ വീട്ടിലുണ്ട്. ആ പുസ്തകങ്ങളും ഞാനുമായിട്ട് പുസ്തകോത്സവത്തിൽ പങ്കെടുക്കും. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എനിക്കുണ്ടാവണം. ദിനാർ കുട്ടമംഗലം അധ്യക്ഷനായി. അധ്യാപകരായ നിമ്മി, സന്ധ്യ, ഗീജ, ഗ്രീഷ്മ, നീലിമ, അഞ്ജു, നിജി, സിമി അജയൻ എന്നിവർ സംസാരിച്ചു. ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ കൈമാറിയ ബാപ്പു വലപ്പാടിനെ ചടങ്ങിൽ ആദരിച്ചു. അറിവിന്റെ വഴിയിൽ ഉയർച്ച തേടുന്നവർ വായനയെ ചേർത്ത് പിടിക്കണമെന്നും വിദ്യാർത്ഥികൾ വായിച്ചും വായിപ്പിച്ചും വായനയെ പ്രോത്സാഹിപ്പിക്കണമെന്നും ബാപ്പു വലപ്പാട് പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ വരട്ടെ, ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. നമ്മൾ എന്തുണ്ടായിട്ടും കാര്യമില്ല, എത്ര പണം സമ്പാദിച്ചിട്ടും കാര്യമില്ല, കോടികൾ സമ്പാദിച്ചിട്ടും കാര്യമില്ല. മനുഷ്യ മനസ്സ് നന്നാവണം. ഈ സമ്പന്നതയിൽ നിന്ന് വളർന്ന ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ സമ്പത്ത് ആവശ്യമാണ്. അത് മറ്റുള്ള പാവപ്പെട്ടവർക്കും കൂടെ ഗുണകരമായിട്ടായിരിക്കണം. കാരണം നമ്മളൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിലാണ് അവസാനിക്കുക. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ പരസ്പരം മറ്റുള്ളവരെ സഹായിക്കാനും സ്നേഹിക്കാനും ഉൾക്കൊള്ളാനുമുള്ള ഒരു മനസ്സ് മനുഷ്യനുണ്ടാവണം. സ്നേഹത്തിൻ്റെയും നന്മയുടെയും മനസ്സുണ്ടെങ്കിൽ അവിടെ ദൈവാനുഗ്രഹം ഉണ്ടാവും. എടമുട്ടം ലയൺസ് ക്ലബ്, കഴിമ്പ്രം VPM SNDP HSS വിദ്യാലയത്തിലെ NSS JRC യൂണിറ്റിന്റെ സഹകരണത്തോടെ 5 സർവീസ് പ്രൊജക്ടുകൾ നടപ്പാക്കി. പ്രകൃതി സംരക്ഷണം, പ്രമേഹ രോഗ പ്രതിരോധം, കുട്ടികളിലെ ക്യാൻസർ, വിഷൻ, വിശപ്പുരഹിത പദ്ധതി എന്നിവയ്ക്കുള്ള വസ്തുക്കളാണ് കൈമാറിയത്. ലയൺസ് റീജിയണൽ ചെയർപേഴ്സൺ ആനി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് രമേശ് പള്ളത്ത അധ്യക്ഷനായി. സോണൽ ചെയർപേഴ്സൺ വ്യാസബാബു, എടമുട്ടം ലയൺസ് ക്ലബ് പ്രസിഡന്റ് സുമോ ധരണേഴത്ത്, ക്ലബ് സെക്രട്ടറി ദിനേശ്, കൃഷ്ണ ജയസിംഗ്,
PN സുജിന്ദ്, പ്രധാനാധ്യാപിക M. ബീനാട്ടി രാജൻ, MPTA പ്രസിഡന്റ് ഷിസ്മ പ്രശാന്ത്, ബിജോയ് നാഥ്, ഹിത, അൽമീനു, ഷാരോൺ എന്നിവർ സംസാരിച്ചു. സർവീസുകളുടെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു സംഘടനയാണ് ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ. അതിലൊരു ചെറിയൊരു ബ്രാഞ്ചാണ് എടമുട്ടം. ഈ 318D ഞങ്ങൾ റെപ്രസെന്റ് ചെയ്യുക ലയൺസ് ക്ലബ് 318D എന്നാണ്. അത് 3 ഡിസ്ട്രിക്റ്റുകൾ കൂടിയിട്ടുള്ള, അതായത് തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, ഈ 3 റവന്യൂ ഡിസ്ട്രിക്ട് കൂടി ആഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ ലയൺസ് ഇന്റർനാഷണൽ 318D. അപ്പൊ ഈ 3 ജില്ലകളിൽ 200 ക്ലബുകൾ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഈ 3 ജില്ലകളിൽ 200 ക്ലബുകൾ കൂടി ഈ 3 ഡിസ്ട്രിക്റ്റില് വളരെയധികം സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇന്നലെ ജൂലൈ 1 പുതിയ ലയൺസ് ഇയർ തുടങ്ങുന്നത്. അപ്പോൾ ഈ വർഷത്തെ ഞങ്ങളുടെ DG വലപ്പാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ 87-88 SSLC ബാച്ച് മെമ്മറീസ് ഗ്രൂപ്പ് പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഹ്രസ്വചിത്ര പ്രദർശനവും വലപ്പാട് ഗവൺമെന്റ് ഹൈസ്കൂൾ ജൂബിലി ഹാളിൽ നടന്നു. മെമ്മറീസ് ഗ്രൂപ്പ് പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം ഗ്രൂപ്പിൽ നിന്നും നറുക്കിട്ടെടുത്ത 5 പേർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. പൂർണ്ണമായും ഗ്രൂപ്പ് അംഗങ്ങൾ തന്നെ എഴുതി നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ഷോർട്ട് ഫിലിമിന്റെ പ്രിവ്യൂ ഷോയും ജയചന്ദ്രൻ വലപ്പാടിന്റെ നേതൃത്വത്തിൽ ഗ്രൂപ്പ് അംഗങ്ങളുടെ സംഗീതാലാപനവും ഉണ്ടായിരുന്നു. സുനിൽകുമാർ അധ്യക്ഷനായി. സ്മിത, അബ്ദുൾ റഷീദ്, ബഷീർ, ഷക്കീൽ, കണ്ണൻ, അലി, ഷീജ, സനില, മനേഷ് എന്നിവർ സംസാരിച്ചു. ഷോർട്ട് ഫിലിം ഷോ അബ്ദുൾ റഷീദ് സ്വിച്ച് ഓൺ ചെയ്തു. ശോഭ, വിനീത്, പ്രകാശ്, ബിജോയ്, മണികണ്ഠൻ, രശ്മി തുടങ്ങിയവർ ഷോർട്ട് ഫിലിം അനുഭവം പങ്കുവച്ചു. നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഫാമിലി എന്താണെന്ന് ദൈവം അല്ലെങ്കിൽ വേറൊരു ശക്തി തീരുമാനിച്ചതാണ്, നമ്മുടെ സഹോദരങ്ങൾ. അപ്പം ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മുടെ സഹപാഠികൾ, നമ്മളെല്ലാവരും സുഹൃത്ത് ബന്ധത്തിനപ്പുറം ഒരു കുടുംബം തന്നെയാണ്, കുടുംബം പോലെയാണ്. കാരണം ഞാൻ നിങ്ങളെ ചൂസ് ചെയ്തതല്ല, നിങ്ങളെല്ലാവരും എൻ്റെ സഹപാഠികളായിട്ട് വേറൊരു ശക്തി ദൈവം ചൂസ് ചെയ്തതാണ്. അത് ആർക്കും നമുക്ക് എടുത്തു മാറ്റാൻ പറ്റുന്നതല്ല. നമ്മൾ ഏത് രീതിയിലാണെങ്കിലും, ഏത് രീതിയിൽ എത്തപ്പെട്ടവരാണെങ്കിലും, ഏത് രീതിയിൽ വ്യത്യസ്തതയുണ്ടെങ്കിലും വലപ്പാട് എന്ന ആ സമയത്ത്, വലപ്പാട് എന്ന ഈ സ്ഥലത്ത് നിലമ്പ് വരുമ്പോഴും ഭയങ്കര കണക്ഷനാണ്. എല്ലാ ആൾക്കാരും കാണുമ്പോൾ, പ്രത്യേകിച്ച് സുഹൃത്ത് നമ്മുടെ സഹപാഠികളെ കാണുമ്പോൾ. കഴിഞ്ഞ പ്രാവശ്യം ഈ പരിപാടി മിസ് ചെയ്തിട്ട് ഭയങ്കര വിഷമായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയിട്ട് തളിക്കുളം SNV UP സ്കൂളിന്റെ വാർഷിക പൊതുയോഗം ബ്ലൂമിംഗ് ബഡ്സ് പ്രീ പ്രൈമറി വിദ്യാലയത്തിൽ നടന്നു. സ്കൂൾ മാനേജർ EA സുഗതകുമാർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ശാന്തിനി ഷൺമുഖൻ അധ്യക്ഷയായി. വിദ്യാലയത്തിലെ പ്രതിഭാധനരായ കുട്ടികൾക്ക് PTA ഏർപ്പെടുത്തിയിട്ടുള്ള എൻഡോമെന്റുകൾ സ്കൂൾ വിതരണം ചെയ്തു. LSS USS വിജയികൾക്കുള്ള പുരസ്കാരം മുൻ പ്രധാനാധ്യാപിക NV മിനി വിതരണം ചെയ്തു. പ്രധാനാധ്യാപിക PB സംജിത, മാതൃസംഗമം പ്രസിഡന്റ് റസിയ ഷൈൻ, ബ്ലൂമിംഗ് ബഡ്സ് പ്രിൻസിപ്പൽ ER അജിത, KK സോഫി എന്നിവർ സംസാരിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു യോഗമാണ്. കാരണം രക്ഷാകർത്താക്കൾ എന്ന് പറയുന്നത് ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെയും അവിഭാജ്യ ഘടകമാണ്. യഥാർത്ഥത്തിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ നിലവാരം നിശ്ചയിക്കുന്നത്, കണക്കാക്കുന്നത് അവിടെ കുട്ടികളെ പറഞ്ഞയക്കുന്ന രക്ഷാകർത്താക്കൾ തന്നെയാണ്. രക്ഷാകർത്താക്കളുടെ നിലവാരത്തിനേക്കാൾ മേലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് നിലവാരം ഉണ്ടാക്കാൻ സാധിക്കും. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നമ്മുടെ SNV UP സ്കൂളിൻ്റെ നിലവാരത്തെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവനും ഇവിടെ കുട്ടികളെ പറഞ്ഞയക്കുന്ന രക്ഷാകർത്താക്കൾക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ രക്ഷാകർത്തൃ യോഗം, ഈ വാർഷിക ജൽബോഡി യോഗം ഏറെ പ്രധാനമുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം വിദ്യാഭ്യാസ പ്രക്രിയ, പ്രത്യേകിച്ച് ആധുനിക വിദ്യാഭ്യാസ പ്രക്രിയ, കേവലം കുട്ടിയും അധ്യാപകനും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ല, ഒരു സംവേദനമല്ല. പുത്തൻപീടിക ഗവൺമെന്റ് LP സ്കൂളിൽ PTA ജനറൽ ബോഡി യോഗവും ആദരവും നടത്തി. സംസ്ഥാന ഷോർട്ട് ഫിലിം അവാർഡ് ജേതാവ് CS സിരിൻസനെയും SSLC +2 തലങ്ങളിൽ മികച്ച വിജയം നേടിയ പൂർവ്വ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീനാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം അനിത ഷഷ്ടി അധ്യക്ഷയായി. ചലച്ചിത്ര സംവിധായകൻ ഷൈജു അന്തിക്കാട് വിശിഷ്ടാതിഥിയായിരുന്നു. പ്രധാനാധ്യാപിക ഷൈനി, TS സുഗേഷ്, ബിനീഷ് കൃഷ്ണൻ,
ഭാവന നിഖിൽ, AP വർഗീസ് എന്നിവർ സംസാരിച്ചു. PTA ജനറൽ ബോഡി യോഗമാണ്. ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും വ്യക്തമായി കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. നമുക്ക് ഷോർട്ട് ഫിലിം ജേതാവായ നമുക്ക് സിരിസിനെ ഒരു പ്രത്യേക അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ നിന്ന് പഠിച്ച് ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കും ഒരു പ്രത്യേക അഭിനന്ദനങ്ങൾ. നമുക്കറിയാം, ഒരു സ്കൂളിൻ്റെ വിജയം എന്ന് പറയുന്നത് ഒരു നല്ല PTA-യും ഒരു ടീച്ചർമാരും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഒരു ഉന്നത വിജയം ഏതൊരു സ്കൂളിനായാലും ഉന്നത വിജയം നേടിത്തരുന്നത്. കഴിഞ്ഞ PTA ഭരണസമിതി വളരെ നല്ല ഒരു ഭരണസമിതി തന്നെയായിരുന്നു. ഏത് കാര്യത്തിനും അവർ ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ച് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് കാഴ്ചവെച്ചത്. ഇനിയും വരുന്ന PTA ഭരണസമിതി നല്ല രീതിയിൽ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തൃത്തല്ലൂർ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വിശപ്പ് രഹിത ഗ്രാമം പദ്ധതിയിലേക്ക് തൃത്തല്ലൂർ കമല നെഹ്റു മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ പൊതിച്ചോറ് നൽകി. സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ NSS പ്രോഗ്രാം ഓഫീസർ അനിത നായർ നേതൃത്വം നൽകി. പ്രധാനാധ്യാപിക ഷൈജ, പ്രിൻസിപ്പാൾ ഇൻചാർജ് ഷീന പോൾ, NK സുരേഷ് കുമാർ, ഡോക്ടർ V സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികളായ ഹരിലാൽ പണിക്കെട്ടി, സുഷിൽ ചാളിപ്പാട്ട്, ഷൈൻ കരീപ്പാടത്ത്, പ്രദീപ് കരീപ്പാടത്ത്, സജീഷ് ചാളിപ്പാട്ട് എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാടാനപ്പള്ളിയിൽ വീടിന് തീപിടിച്ച് തിരിച്ചറിയൽ രേഖകളും വസ്ത്രങ്ങളും ഉൾപ്പെടെ കത്തിനശിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാറിനെതിരെ കള്ളക്കേസെടുത്തതിൽ പ്രതിഷേധിച്ച് തൃപ്രയാറിൽ BJP പ്രകടനം. സെന്റ് തോമസ് ദിനത്തിൽ ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ ന്യൂനപക്ഷ അവകാശ ദിനം ആചരിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.